നന്ദ ദേഷ്യത്തോടെ വേണു അവൻ്റെ അരികിലേക്ക് വന്നു. അവൻ്റെ ഷർട്ടിൻ്റെ കോളറിന് പിടിച്ച് കവിളിൽ അമർത്തി ഒരു പ്രഹരം നൽകിയിരുന്നു. അവൻ എതിർത്തില്ല. കീർത്തന നിസ്സഹായമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി. ശേഷം അച്ഛനെയും. എന്ത് തോന്നിവാസമാണ് നീ കാണിച്ചത്? വേണു ദേഷ്യത്തോട് ചോദിച്ചു. നിനക്ക് എന്താണ് നന്ദി സംഭവിച്ചത്? അവസാനം അയാളുടെ സ്വരം നിസ്സഹായമായി. മകനിൽ നിന്നും ഒരിക്കലും ഇത്തരമൊരു പ്രവൃത്തി പ്രതീക്ഷിക്കാതെ വന്നതിനാൽ ആ പിതാവ് എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. അച്ഛാ, അത് വാക്കുകൾ കിട്ടാതെ നിന്നിരുന്നു ആ നിമിഷം നന്ദനും. വേണുവേട്ട, അയാളെ മാത്രം എന്തിനാ കുറ്റം പറയുന്നത്? എൻ്റെ മകളും മോശമല്ലല്ലോ. അവനവളെ ബലാത്കാരമായി ഒന്നും ചെയ്യാനായിരുന്നില്ലല്ലോ. പൂർണ്ണ സമ്മതത്തോടെയല്ലേ രണ്ടുപേരും? കൃഷ്ണൻ ഒന്ന് നിർത്തി. വേണു ദേഷ്യത്തോടെ അവനെ നോക്കി. എത്ര നാളായി? മകളുടെ മുഖത്തേക്ക് നോക്കി കൃഷ്ണൻ ചോദിച്ചു. കുറച്ച് നാളായി. എങ്ങനെയോ ധൈര്യം സംഭരിച്ച് നന്ദനാണ് മറുപടി പറഞ്ഞത്. അച്ഛാ, കുറച്ചധികം വർഷങ്ങളായി നന്ദേട്ടനെ എനിക്കിഷ്ടമായിരുന്നു. കീർത്തന പറഞ്ഞു. അങ്കിൾ, നന്ദേട്ടനെ വഴക്ക് പറയരുത്. ഞാനാണ് എല്ലാത്തിനും മുൻകൈ എടുത്തത്. ഇഷ്ടമാണെന്ന് പറഞ്ഞ് പിറകെ നടന്നതും ഈ ബന്ധത്തിലേക്ക് ഏട്ടനെ വലിച്ചിട്ടതും ഒക്കെ ഞാനാണ്. നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ നന്ദേട്ടൻ എന്നോട് പറഞ്ഞു തന്നതാണ്. നന്ദേട്ടൻ്റെ മനസ്സിൽ എന്നെപ്പോലെ ഒരു പെൺകുട്ടി അല്ലെന്ന് പറഞ്ഞതാ. എന്നിട്ടും ഞാനാണ്. വേണുവിൻ്റെ അരികിലായി ചെന്ന് അവൾ പറഞ്ഞു. അയാൾ അവളെ നോക്കി. അവൻ മോൾക്ക് ചേരുമോ? തരം നോക്കി വേണ്ടേ മോളെ സ്നേഹിക്കാൻ? കുട്ടിക്കാലത്ത് എപ്പോഴോ ഇഷ്ടപ്പെട്ടു പോയതാണ്. അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി അങ്ങനെയൊക്കെ പറയാൻ എവിടെ നിന്നാണ് ധൈര്യം കിട്ടിയതെന്ന് കീർത്തനയ്ക്ക് തന്നെ അറിയില്ല. പക്ഷെ അവളത് പറഞ്ഞപ്പോൾ വേണുവാണ് ഞെട്ടിയത്. ഒപ്പം കൃഷ്ണനും. മോളെ, നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം വന്നെങ്കിൽ പോലും ഇവനായിരുന്നു അത് തടയേണ്ടത്, അല്ലാതെ പ്രോത്സാഹനം തരികയായിരുന്നില്ല. വേണു വീണ്ടും മകനെ കുറ്റപ്പെടുത്തി. എൻ്റെ മകനെക്കുറിച്ച് ഇതുവരെ എനിക്ക് അഭിമാനമായിരുന്നു. പക്ഷെ ഇപ്പോൾ നിന്റെ പേരിലാണ് ഞാൻ തലതാഴ്ത്തി നിൽക്കുന്നത്. വേണുവിൻ്റെ കണ്ണുകൾ ചുവന്നു. നന്ദൻ എന്ത് പറയണമെന്നറിയാതെ നിൽക്കുകയാണ്. എനിക്കൊരു പെൺകുട്ടി ഇഷ്ടപ്പെടാനുള്ള സ്വാതന്ത്ര്യമില്ലേ അച്ഛ? ശാന്തമായ രീതിയിലായിരുന്നു നന്ദൻ അത് ചോദിച്ചത്. ശേഷം കൃഷ്ണൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അർഹതയില്ലെന്ന് എനിക്കറിയാം സാർ. പക്ഷെ സാറിൻ്റെ മോൾ എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നു എന്നറിഞ്ഞിട്ടും ഞാൻ അച്ഛൻ പറഞ്ഞതുപോലെ അത് മനസ്സിലാക്കാതിരുന്നാൽ ഞാനൊരു മനുഷ്യനല്ലെന്ന് എനിക്ക് തോന്നി. സ്വത്തും പണവും ഒന്നും കണ്ടിട്ടല്ല. അവളുടെ മനസ്സിൽ എന്നോട്ടുള്ള സ്നേഹം മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. നിലമറന്നു ഞാൻ, അത് ശരിയാ. പക്ഷേ ഈ ലോകത്തിൽ ഒന്നിനു വേണ്ടിയും അവളെ മറക്കാനോ അവളെ ഉപേക്ഷിക്കാനോ ഞാൻ തയ്യാറല്ല. ഇത് അഹങ്കാരമല്ല. അത്രയ്ക്ക് ഞങ്ങൾ സ്നേഹിച്ചു പോയി. സാറിൻ്റെ മോളെ സാറ് നോക്കിയതുപോലെ പൊന്നുപോലെ നോക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല. അങ്ങനെ ഒരു ഉറപ്പ് ഞാൻ തരില്ല. പക്ഷേ അവൾ സന്തോഷവതിയായിരിക്കും എൻ്റെ കൂടെ. സംശയമുണ്ടെങ്കിൽ സാർ ചോദിച്ചു നോക്കൂ. ഏത് മോശം അവസ്ഥയിലും എൻ്റെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞവളാ. അവളുടെ മനസ്സ് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു പോയതാണ് സാർ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ മോശമായ ഒന്നും ഇവിടെ നടന്നിട്ടില്ല. സംഭവിച്ച തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങളിപ്പോൾ വന്നില്ലെങ്കിലും ഇതിൽ കൂടുതലൊന്നും ഇവിടെ സംഭവിക്കില്ല. അത് മറ്റാർക്കും അറിയില്ലെങ്കിലും അവൾക്കറിയാം. അവൾക്കെന്നെ അറിയാം. അവസരങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും പരിധി വിടില്ലെന്ന് അവൾക്കറിയാം. നന്ദൻ പറഞ്ഞു. അച്ഛാ, നന്ദേട്ടനില്ലാതെ എനിക്ക് പറ്റില്ല. അച്ഛൻ എതിർക്കരുത്. അച്ഛനെന്നെ മനസ്സിലാവുന്ന ഞാൻ വിശ്വസിക്കുന്നത്. അച്ഛൻ നാണക്കേടാണെങ്കിൽ മറ്റെവിടെയെങ്കിലും ഞങ്ങൾ പൊയ്ക്കോളാം. അച്ഛൻ സമ്മതിക്കണം. അച്ഛൻ കൈപിടിച്ച് തരണം. ഇല്ലാതെ ഞങ്ങൾക്കൊരു ജീവിതം ഉണ്ടാവില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞതും അവൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. അവളുടെ വെളിപ്പെടുത്തലിൽ വേണുവും അമ്പരപ്പെട്ടു പോയിരുന്നു. തൻ്റെ മകന് വേണ്ടിയാണ് അവൾ സംസാരിക്കുന്നത്. അവനെ അത്രമേൽ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. പലവട്ടം തന്നോട് സംസാരിച്ചിട്ടുള്ള കീർത്തനയുടെ മുഖഭാവത്തെക്കുറിച്ചാണ് ആ നിമിഷം വേണു ഓർത്തത്. അപ്പോഴൊക്കെ അവളുടെ മനസ്സിൽ തൻ്റെ മകനായിരുന്നോ എന്ന് അത്ഭുതപൂർവ്വം അയാൾ ഓർത്തു. നീ വാ, വന്ന് വണ്ടിയിൽ കയറ്. കീർത്തനയോട് അത്രയും മാത്രമേ കൃഷ്ണൻ പറഞ്ഞുള്ളൂ. അവൾ തിരിഞ്ഞ് നന്ദനെ നോക്കി. പൊയ്ക്കോളാൻ അവൻ കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു. അവൾ മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി. വണ്ടിയിലിരുന്നു. കൃഷ്ണനെ നോക്കാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി വേണുവിന്. തന്നെ എനിക്കിഷ്ടമാണ്. തൻ്റെ സ്വഭാവവും എനിക്കിഷ്ടമാണ്. പക്ഷേ മകൾ എൻ്റെ മാത്രമല്ല. അവളുടെ കാര്യത്തിൽ ഒറ്റയ്ക്കൊരു തീരുമാനമെടുക്കാൻ എനിക്ക് സാധിക്കില്ല. ഒരു കുഞ്ഞ് ജനിക്കുന്ന നിമിഷം മുതൽ അച്ഛനേക്കാൾ വേദനയും ആകുലതയും ഒരമ്മയ്ക്കായിരിക്കും. അവളുടെ അഭിപ്രായം കൂടി ഈ കാര്യത്തിൽ അറിയാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ തുറന്ന് ഞാനൊരു കാര്യം പറയാം. എൻ്റെ ഭാര്യയ്ക്ക് ഈ വിവാഹത്തിന് ഒരിക്കലും സമ്മതമായിരിക്കില്ല. ഈ ഒരു കാര്യത്തിൽ മാത്രം അവളെ നിർബന്ധിക്കാനും എനിക്ക് കഴിയില്ല. ഒരു കുഞ്ഞെന്നാൽ അച്ഛന് വാക്കുകളിൽ നിറയുന്ന അനുഭൂതിയാണെങ്കിൽ അമ്മയ്ക്കത് ശരീരത്തിലുണ്ടാകുന്ന വേദനയാണ്. അവളോട് ഞാൻ സംസാരിക്കാം, നിർബന്ധിക്കില്ല. മകളുടെ മനസ്സ് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം നടക്കും. അതിനപ്പുറം മറ്റൊന്നും ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല. വേണുവേട്ടൻ അയാളെ വഴക്ക് പറയണ്ട. പ്രണയം സംഭവിച്ചു പോകുന്നതാണ്. അതിനതിരുകളില്ല.
നന്ദൻ്റെ തോളിൽ തട്ടി വേണുവിനെ ഒന്ന് നോക്കി യാത്ര പറഞ്ഞിറങ്ങി കൃഷ്ണൻ ഇറങ്ങി പോയതിന് പിന്നാലെ വേണുവിൻ്റെ മുഖത്തേക്ക് നോക്കി നന്ദൻ. അയാൾക്കരികിലേക്ക് അവൻ ചെന്നപ്പോഴേക്കും അവനെ ഒന്ന് നോക്കി അയാൾ അപ്പോൾ തന്നെ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഒരു വല്ലായ്മ തോന്നി നന്ദന്. അച്ഛൻ തന്നോട് വല്ലാത്തൊരു പിണക്കം തോന്നിയെന്ന് അവന് തോന്നി. താനായതുകൊണ്ടാണ് തന്നിൽ അത്രത്തോളം അച്ഛൻ വിശ്വാസം വച്ചിട്ടുണ്ടായിരുന്നു. തൻ്റെ ഭാഗത്തു നിന്ന് മോശമായിട്ടുള്ള ഒന്നും വരില്ലെന്ന് അച്ഛൻ വിശ്വസിച്ചിരുന്നു. ഇപ്പോൾ താൻ കാരണം വർഷങ്ങളായി അച്ഛൻ ജോലി ചെയ്തിരുന്ന ഒരിടത്ത് നാണം കെടേണ്ടി വരുന്ന പിണക്കമാണ് തന്നോട് കാണിക്കുന്നത്. ഈ പ്രശ്നങ്ങളൊക്കെ മുൻപ് താൻ മനസ്സിൽ കണ്ടതാണ്. ഇതൊക്കെ നേരിടേണ്ടി വരുമെന്ന് അറിയാമായിരുന്നു. പക്ഷെ അവളുടെ സ്നേഹം അതിനെല്ലാം അപ്പുറമായിരുന്നു. ആ സ്നേഹത്തിന് മുൻപിൽ താൻ എല്ലാം മറന്നു പോവുകയായിരുന്നു. അച്ഛനെയും അമ്മയും കുടുംബത്തെയും ഒക്കെ മറന്നുപോയി. അത്രമേൽ സ്നേഹം കൊണ്ട് അവൾ തന്നെ വരിഞ്ഞു മുറുക്കി കഴിഞ്ഞിരുന്നു. അപ്പോഴും അവൻ്റെ മനസ്സിൽ അവളുടെ അവസ്ഥയെക്കുറിച്ച് ഓർത്തപ്പോഴുള്ള ആകുലതയാണ് നിറഞ്ഞു നിന്നിരുന്നത്. അവൾ എങ്ങനെയായിരിക്കും ഈ ഒരു അവസ്ഥയെ തരണം ചെയ്യുന്നത്? താനൊരു പുരുഷനാണ്, ഒരുപാട് ചോദ്യശരങ്ങൾ ഏൽക്കേണ്ടി വരില്ല. തനിക്ക് പറയാൻ മനസ്സില്ല എന്നോ അല്ലെങ്കിൽ താനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചു, നിങ്ങൾ ആരാണ് എന്നോട് ചോദിക്കാനെന്നോ ചോദിച്ചാൽ അവിടെ തീരും തനിക്കെതിരെയുള്ള ചോദ്യങ്ങളും കൂർത്ത നോട്ടങ്ങളും. പക്ഷേ അവൾക്ക് അങ്ങനെയല്ല. പിടിച്ചു നിൽക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. എല്ലാത്തിലും ഉപരി അവൾ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വരും. ഈ ഒരു അവസ്ഥയിൽ അവളെപ്പോലെ ഒരു പെൺകുട്ടി എങ്ങനെ പിടിച്ചു നിൽക്കുമെന്നാണ് ആ നിമിഷം നന്ദനും മനസ്സിൽ വിചാരിച്ചത്. ഇനി ചിലപ്പോൾ അവളെ ഒന്ന് കാണാൻ പോലും തനിക്ക് സാധിക്കില്ല. അങ്ങോട്ടുള്ള യാത്രയിൽ കൃഷ്ണൻ അവളോടൊന്നും ചോദിച്ചില്ല. അച്ഛനൊന്ന് വഴക്കു പറയുകയെങ്കിലും ചെയ്തിരുന്നെങ്കിലെന്ന് അവൾ നന്നായി ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഒന്നും ഉണ്ടായില്ല. അവസാനം മൗനത്തിന് വിരാമം ഇട്ടുകൊണ്ട് അവൾ തന്നെ അയാളുടെ മുഖത്തേക്ക് നോക്കി വിളിച്ചു, അച്ഛാ. അവളെ വിളിച്ചപ്പോൾ അയാൾ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി വീണ്ടും ഡ്രൈവിങ്ങിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഞാൻ തെറ്റ് ചെയ്തതാണെന്ന് എനിക്കറിയാം. പക്ഷേ നിനക്ക് പറയാനുള്ളതെല്ലാം അവിടെ വെച്ച് തന്നെ നീ പറഞ്ഞല്ലോ. ഇനി കൂടുതൽ വിശദീകരണങ്ങളുടെ ആവശ്യമൊന്നുമില്ല. കൃഷ്ണൻ പറഞ്ഞപ്പോൾ അവൾ പുറത്തേക്ക് നോക്കിയിരുന്നു. നിന്റെ അമ്മ ഇത് സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അച്ഛന് സമ്മതമാണോ? അവൾ മറുചോദ്യം ചോദിച്ചു. അച്ഛനെ പോലെ ഒരു പക്ഷേ അച്ഛനേക്കാൾ കൂടുതൽ ഒരു കുഞ്ഞിൽ അവകാശമുള്ളത് അമ്മയ്ക്കാണ്. പ്രസവിക്കുന്നത് അവരല്ലേ. ആദ്യമായി കയ്യിലെടുത്ത നിമിഷം മുതൽ സ്വന്തം കുഞ്ഞിനെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ അവർ കാണും. അവൾക്ക് സമ്മതമാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. ആളുകളുടെ മതവും ജാതിയും സാമ്പത്തികവും ഒന്നും നോക്കി മറ്റുള്ളവരെ അളക്കുന്ന വ്യക്തിയല്ല നിന്റെ അച്ഛൻ. അത് നിനക്കറിയാവുന്നത് കൊണ്ടായിരിക്കുമല്ലോ ഞാൻ സമ്മതിക്കുമെന്ന വിശ്വാസം നിന്റെ മനസ്സിലുണ്ടായിരുന്നത്. നിന്റെ അമ്മ സമ്മതിക്കേണ്ടേ? അത് നിന്റെ കടമയാണ്. അവൾ പൂർണ്ണമായി സമ്മതിച്ചാൽ ഞാൻ ഈ വിവാഹം നടത്തിത്തരും. ഒന്നുകൂടി എടുത്തു പറയുന്നു, അവൾ സമ്മതിച്ചാൽ മാത്രം. ഞാൻ അവളെ നിർബന്ധിക്കില്ല ഈ ഒരു കാര്യത്തിൽ. അഭിപ്രായം അവളുടേത് മാത്രമാണ്. അവൾക്ക് വേദനിക്കാത്ത ഏത് മാർഗവും ഈ വിവാഹം നടക്കാൻ വേണ്ടി നിനക്ക് തിരഞ്ഞെടുക്കാം. നന്ദൻ നല്ല പയ്യനാ. കൃഷ്ണൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവൾക്ക് വലിയൊരു ആശ്വാസം തോന്നിയിരുന്നു. എല്ലാത്തിലും ഉപരി നന്ദനോടുള്ള കൃഷ്ണന്റെ മതിപ്പ് അവൾ വലിയൊരു സമാധാനം നിറച്ചിരുന്നു. സുധയും വീണയും വീട്ടിലേക്ക് വന്നപ്പോൾ മരണവീട് പോലെയാണ് വീട് കിടക്കുന്നത്. നന്ദനാണെങ്കിൽ വീട്ടിലില്ല. വേണു ഉമ്മറത്തെ ചാരുകസേരയിൽ ജീവചവം പോലെ കിടക്കുകയാണ്. അയാൾക്ക് എന്താണ് സംഭവിച്ചതെന്നറിയാതെ സുധ അയാൾക്ക് അരികിലിരുന്നു. കുറച്ചു സമയം അയാളുടെ അരികിലിരുന്ന് അയാൾക്ക് വല്ല അസുഖവും മറ്റോ ഉണ്ടോ എന്ന് ചോദിച്ചു മനസ്സിലാക്കി. കുറെ സമയങ്ങൾക്ക് ശേഷമാണ് അവിടെ സംഭവിച്ച കാര്യങ്ങൾ സുധയോട് വേണു തുറന്നു പറയുന്നത്. എല്ലാം കേട്ടപ്പോൾ ആദ്യം ഞെട്ടിയത് വീണയാണ്. കീർത്തനയുടെ അച്ഛൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുവെന്നറിഞ്ഞപ്പോൾ വീണയിൽ ഒരു ഭയം ഉണർന്നു. എല്ലാം കേട്ട സമയത്ത് സുധയ്ക്ക് വല്ലാത്ത അമ്പരപ്പാണ് ഉണ്ടായത്. ഒരിക്കൽ തോന്നിയ സംശയം സത്യമായിരുന്നുവെന്ന് ആ നിമിഷം സുധ ഓർത്തു. കീർത്തനയെ തൻ്റെ മകൻ വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് അവർ ചിന്തിച്ചു. ഒരിക്കൽ വേണു തന്നോട് പറഞ്ഞതാണ് കൃഷ്ണൻ പാടെ തകർന്നു നിൽക്കുകയാണെന്ന്. പുറമേ കാണുന്ന മോടിയും ആഡംബരവും മാത്രമേ ഉള്ളൂ. പലപ്പോഴും തനിക്കുള്ള ശമ്പളം പോലും കൃത്യമായി നൽകാൻ സാധിക്കാറില്ല എന്ന്. ഇനിയിപ്പോൾ അവർ അത്യാവശ്യം നല്ല സാമ്പത്തിക സ്ഥിതിയിലാണെങ്കിൽ പോലും കൃഷ്ണന്റെ വീട്ടുകാർ ഒരിക്കലും നന്ദനെ അംഗീകരിക്കാൻ പോകുന്നില്ല. അവൻ എപ്പോഴും ആ വീട്ടിൽ ഒരു രണ്ടാം തരണക്കാരനായിരിക്കും നിൽക്കുക. അവർക്കൊരു മകൾ കൂടിയുണ്ട്. സ്വാഭാവികമായും അവരുടെ നിലയ്ക്കും വിലയ്ക്കുമൊത്ത രീതിയിലായിരിക്കും അവളുടെ കല്യാണം നടത്തുന്നത്. അവളുടെ വിവാഹം കഴിഞ്ഞ് മറ്റൊരു മരുമകൻ കൂടി ആ വീട്ടിലേക്ക് കടന്നു വരുന്നതോടെ നന്ദൻ അവിടെ സ്ഥാനമില്ലാതെയാവും. കൃഷ്ണന്റെ മുഴുവൻ ബിസിനസ്സും സ്വത്തുക്കളും ഏൽപ്പിക്കുക ഇളയ മരുമകനെ ആയിരിക്കും. തൻ്റെ മകനെ അവർ അവഹേളിക്കുക മാത്രമായിരിക്കും ചെയ്യുക. അതേസമയം ശ്രീലക്ഷ്മിയാണ് നന്ദൻ വിവാഹം കഴിക്കുന്നതെങ്കിൽ അവരുടെ സ്വത്തുക്കളും സ്നേഹവും നന്ദന് ലഭിക്കും. അവിടെ നന്ദനായിരിക്കും മുൻഗണന. അതുകൊണ്ട് എന്തുകൊണ്ടും ഈ വിവാഹം നടക്കരുതെന്നും കീർത്തന തൻ്റെ മകന്റെ ഭാര്യ ആകരുത് എന്നും ആ നിമിഷം സുധ മനസ്സിൽ ഉറപ്പിച്ചു. നീ ഇങ്ങനെ വീട്ടിലേക്ക് ചെന്നതും നടന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം കൃഷ്ണൻ ഇന്ദിരയോടും പറഞ്ഞിരുന്നു.
ഒരു കുറ്റവാളിയെ പോലെ ഇന്ദിരയുടെ അരികിൽ നിൽക്കുമ്പോൾ അവരുടെ നോട്ടത്തെ നേരിടാൻ സാധിക്കാതെ നിൽക്കുകയായിരുന്നു ആ നിമിഷം കീർത്തന. എന്തൊക്കെയാണടി ഞാൻ കേൾക്കുന്നത്? അച്ഛൻ ഈ പറയുന്നതൊക്കെ സത്യമാണോ? ആണമ്മേ. അവളുടെ ശബ്ദം ഉറച്ചതായിരുന്നു. ആ തെണ്ടി ചെറുക്കനെ മാത്രമേ നിനക്ക് പ്രേമിക്കാൻ കിട്ടിയുള്ളൂ? ദേഷ്യത്തോടെ അവർ ചോദിച്ചു. നന്ദേട്ടൻ എന്താ കുഴപ്പം? ശാന്തമായാണ് അവൾ ചോദിച്ചത്. നന്ദേട്ടനോ? അവനെക്കുറിച്ച് അങ്ങനെ പറയാൻ നിനക്ക് എങ്ങനെ തോന്നുന്നു? അമ്മ വിചാരിക്കുന്നത് പോലെ പെട്ടെന്നൊരു ദിവസം തോന്നിയ ഇഷ്ടമൊന്നുമല്ല ഇത്. കുട്ടിക്കാലം മുതൽ തുടങ്ങിയതാ. കുറേ നാളുകളായി ഞാൻ മനസ്സിൽ കൊണ്ടു നടന്ന സ്നേഹമാണ്. പലതവണ നന്ദേട്ടൻ എതിർത്തു. ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞു. ഞാനാണ് പിന്നാലെ നടന്നത്. എനിക്ക് നന്ദേട്ടനെ കാണാതെയോ മിണ്ടാതെയോ സ്നേഹിക്കാതെയോ പറ്റില്ലായിരുന്നു. നന്ദേട്ടൻ ഇല്ലെങ്കിൽ ഞാനില്ല അമ്മേ. അച്ഛൻ പറഞ്ഞു. അമ്മ സമ്മതിച്ചാൽ ഈ കല്യാണത്തിന് അച്ഛന് കുഴപ്പമില്ലെന്ന്. അമ്മ സമ്മതിക്കണം. അപേക്ഷിക്കാൻ ഞാൻ അമ്മയോട്. നന്ദേട്ടനുണ്ടെങ്കിൽ ഞാൻ ഹാപ്പി ആയിരിക്കും. ഞാൻ സന്തോഷപൂർവ്വം ജീവിക്കുന്നതല്ലേ അമ്മയ്ക്ക് സന്തോഷം? അങ്ങനെയെങ്കിൽ ഇത് സമ്മതിക്കണം. അത്ര മാത്രമേ എനിക്കിപ്പോൾ പറയാൻ സാധിക്കൂ. മറ്റൊരു വിവാഹം ഈ ജന്മത്തെൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. നന്ദേട്ടനെ സ്നേഹിക്കാതിരിക്കാൻ അമ്മയ്ക്ക് മുൻപിൽ 100 കാരണങ്ങളുണ്ടാവും. അംഗീകരിക്കാതിരിക്കാനും അങ്ങനെ തന്നെ. പക്ഷേ അംഗീകരിക്കാതിരിക്കാൻ അമ്മയ്ക്ക് മുൻപിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ. അമ്മയുടെ മകളുടെ സന്തോഷം. അത് ആ ഒരാൾക്കൊപ്പമല്ലാതെ മറ്റൊരിടത്തും പൂർണ്ണമാവില്ല. നന്ദേട്ടനല്ലാതെ മറ്റാരും എന്നെ സ്നേഹിച്ചാൽ ഞാൻ സന്തോഷവതിയായി ഇരിക്കില്ല. എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് സ്വന്തം മക്കളുടെ സന്തോഷമാണ്. അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്നത് എൻ്റെ സന്തോഷമാണെങ്കിൽ ഞാൻ സന്തോഷത്തോടെ ഇരിക്കുന്നതാണ് നിങ്ങൾക്ക് കാണേണ്ടതെങ്കിൽ ഈ വിവാഹം നടത്തിത്തരിക എന്നുള്ളത് മാത്രമാണ് എന്നോട് ചെയ്യാൻ സാധിക്കുന്ന നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ കാര്യം. മറ്റൊന്നുകൊണ്ടും ഞാൻ സന്തോഷവതിയാവില്ല. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ നിർബന്ധിക്കില്ല. പക്ഷേ മറ്റൊരു വിവാഹത്തിന് നിങ്ങളും എന്നെ നിർബന്ധിക്കരുത്. അത്രയും പറഞ്ഞ് അവൾ അകത്തേക്ക് പോയപ്പോൾ എന്തു ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലായിരുന്നു ആ നിമിഷം കൃഷ്ണനും ഇന്ദിരയും. ഇന്ദിര കൃഷ്ണന്റെ മുഖത്തേക്ക് നോക്കി. അയാളുടെ തീരുമാനം അറിയാനാണെന്ന് അയാൾക്ക് മനസ്സിലായിരുന്നു.